Find the forces in the member AB, AC and BC of truss shown in figure. Okay. ഇപ്പം നമുക്കിത് 3 മെമ്പർ ഉള്ള ട്രസ് ആണ്, 3 ജോയിൻസ് ഉണ്ട്. അപ്പോൾ ഇത് M is equal to 2J minus 3 എന്നുള്ള ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇതൊരു പെർഫെക്റ്റ് ട്രസ് ആണ്. ഓക്കെ. ഇനി നമുക്ക് ഈ ട്രസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 60 ഡിഗ്രി, ഇവിടെ 30 ഡിഗ്രി അല്ലേ. അപ്പം നമുക്കറിയാം ഈ ആംഗിൾ എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. നമുക്ക് ഒരു സൈഡേ അറിയത്തുള്ളൂ. ഈ സൈഡ് എത്ര വരും? BC cos 60 എന്ന് എഴുതാലോ, അല്ലെങ്കിൽ 5 cos 60 എന്ന് എഴുതാലോ. 5 into cos 60 1/2 അല്ലെങ്കിൽ 0.5. ഇത് എത്ര വരും? ഇത് 2.5 മീറ്ററിന് വരും ഈ സൈഡ്. ക്ലിയർ അല്ലേ? അപ്പോൾ AB എത്ര കിട്ടി? കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് 2.5 മീറ്ററിന് കിട്ടിയത്. ഇനി AC എന്ന് പറഞ്ഞ സൈഡ് എത്ര ആയിരിക്കും? 5 sin 60 അല്ലേ. 5 sin 60 എന്ന് പറയുമ്പോൾ 5 into √3/2 എത്ര വരും? അറൗണ്ട് 4.33 മീറ്റേഴ്സ് വരും. ഓക്കെ. അപ്പം നമുക്ക് സൈഡ്സ് എല്ലാം കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ കൺസിഡർ ചെയ്യുകയാണ് ടേക്കിംഗ് മൊമെന്റ്സ് അബൌട്ട് ബി. ഓക്കെ. ടേക്കിംഗ് മൊമെന്റ്സ് അബൌട്ട് ബി. നിങ്ങൾ സ്റ്റെപ്പ് എഴുതണേ. ടേക്കിംഗ് മൊമെന്റ്സ് അബൌട്ട് ബി. അപ്പോൾ മൊമെന്റ് അബൌട്ട് ബി എടുക്കുമ്പോഴത്തേനും നമുക്ക് ആർ സിയുടെ മൊമെന്റ്, റിയാക്ഷൻ ആർ സിയുടെ മൊമെന്റ് എന്ത് വരും? RC into 5 കൗണ്ടർ ക്ലോക്ക് വൈസ് വരും അല്ലേ. ക്ലോക്ക് വൈസ് മൊമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 20 into ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം? ഇവിടെ ഈ ഫോഴ്സിന്റെ ലിവർ ആം വേണം, അതായത് ഈ ഡിസ്റ്റൻസ് വേണം. ഓക്കെ. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 2.5 cos 60 അല്ലേ. 2.5 into cos 60 1/2. അതായത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര വരും? 1.25 മീറ്റേഴ്സ് എന്ന് വരും. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 20 into 1.25 എന്ന് എഴുതാം. RC അപ്പോൾ എത്ര വരും? 20 into 1.25 ഡിവൈഡഡ് ബൈ 5 എന്ന് വരും അല്ലേ. അപ്പൊ ഇത് എത്ര വരും? 20/4 എത്ര വരും? RC എന്ന് പറയുന്നത് 5 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ. അപ്പം നമുക്ക് ഫസ്റ്റ് സപ്പോർട്ട് റിയാക്ഷൻ കിട്ടി. RC is equal to 5 കിലോ ന്യൂട്ടൺ. RC 5 കിലോ ന്യൂട്ടൺ ആണ്. ഇനി എന്ത് കണ്ടുപിടിക്കണം? RB കണ്ടുപിടിക്കണം. RB കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ എത്ര ഡൗൺവേർഡ് ലോഡ് ഉണ്ട്? 20 കിലോ ന്യൂട്ടൺ ഡൗൺവേർഡ് ലോഡ്. അപ്വേർഡ് ലോഡ് എന്തായിരിക്കും? RB പ്ലസ് RC. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ എഴുതാം. RC പ്ലസ് RB is equal to 20. ഇതിൽ നിന്നിട്ട് RB എത്ര വരും? 20 മൈനസ് RC, അതായത് 20 മൈനസ് 5 എത്ര വരും? 15 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? രണ്ട് സപ്പോർട്ട് റിയാക്ഷൻസ് RBയും RCയും കിട്ടി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ. ഇപ്പം നമുക്ക് എന്തൊക്കെ അറിയാം? സപ്പോർട്ട് റിയാക്ഷൻ RB എന്ന് പറയുന്നത് 15 കിലോ ന്യൂട്ടൺ ആണെന്നറിയാം. RC എന്ന് പറയുന്നത് 5 കിലോ ന്യൂട്ടൺ ആണെന്നറിയാം. ഈ രണ്ട് വാല്യൂസ് നമുക്ക് അറിയത്തുള്ളൂ. ഓക്കെ. ഇനി ഞാൻ എന്ത് ചെയ്യണം? ജോയിന്റ് ബിയുടെ ഇക്വിലിബ്രിയം എടുക്കാൻ പോവാണ്. ഇനിയിപ്പം നമുക്ക് ഓരോ ജോയിന്റ്സിന്റെ ഇക്വിലിബ്രിയം എടുത്തിട്ട് വേണം മെമ്പർ ഫോഴ്സ് കണ്ടുപിടിക്കാൻ. ഓക്കെ. അപ്പം ഞാൻ ജോയിന്റ് ബിയുടെ ഇക്വിലിബ്രിയം എടുക്കാൻ പോവാണ്. ഇക്വിലിബ്രിയം ഓഫ് ജോയിന്റ് ബി. ഓക്കെ. ഇനി ഇതിൽ നോക്കി, ഇവിടെ ജോയിന്റ് ബി മാത്രം ഒന്ന് വരച്ച് നോക്കി. എനിക്ക് ജോയിന്റ് ബി ഉണ്ട്. അവിടെ 60 ഡിഗ്രി ആംഗിൾ വരുന്നു. ഇത് BA ആണ്, BC ആണ്. ഓക്കെ. ഇനി BAയിൽ ഞാൻ ഫോഴ്സ് അസ്യൂം ചെയ്യുന്നത്, ഈ BAയിൽ ഞാൻ BA എന്നുള്ള മെമ്പറിൽ അല്ലെങ്കിൽ AB എന്നുള്ള മെമ്പറിൽ ഞാൻ ഫോഴ്സ് അസ്യൂം ചെയ്യാണ്. ഇതാണ് F1 എന്ന് അസ്യൂം ചെയ്യാം. BC എന്നുള്ള ഫോഴ്സിൽ, BC എന്നുള്ള മെമ്പറിൽ വരുന്ന ഫോഴ്സ് F2 എന്ന് അസ്യൂം ചെയ്യാണ്. ഓക്കെ ആണോ? ഇനി ഈ F1 ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ F1 എന്നുള്ള ഫോഴ്സിനെ എനിക്ക് ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും റിസോൾവ് ചെയ്യാലോ. ഇത് 60 ഡിഗ്രി, ഇത് 60 ഡിഗ്രി ആയിരിക്കും. ഇത് F1 cos 60 ആയിരിക്കും. ഇത് F1 sin 60 ആയിരിക്കും. ഓക്കെ. ഇനി ഇവിടെ നമുക്ക് റിയാക്ഷൻ ഉണ്ട്, RB ഉണ്ട് അല്ലേ. RB 15 കിലോ ന്യൂട്ടൺ ഉണ്ട്. ഓക്കെ. ഇനി നമുക്ക് ഇവിടെ ഉള്ള ഫോഴ്സിനെ റിസോൾവ് ചെയ്യുകയാണെങ്കിൽ, ഫോഴ്സ് ആക്ടിങ് അറ്റ് ജോയിന്റ് ബി നമ്മൾ റിസോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? F1 sin 60 എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടും? RB ആയിട്ട് കിട്ടും. അപ്പോൾ F1 എന്ന് പറയുന്നത് എന്ത് വരും? RB ഡിവൈഡഡ് ബൈ sin 60 എന്ന് വരും. അപ്പോൾ RBയുടെ വാല്യൂ 15 ആണ്. sin 60 ചെയ്ത് നോക്കുക, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ആൻസർ കിട്ടുക 17.32 കിലോ ന്യൂട്ടൺ എന്നാണ് F1 കിട്ടുക. ഓക്കെ. അപ്പൊ ഇതെന്താണ്? നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ F1ന്റെ എങ്ങോട്ടായിരുന്നു? ടുവേർഡ്സ് ദ ജോയിന്റ് അല്ലെ. ടുവേർഡ്സ് ദ ജോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അത് കംപ്രസീവ് ആണ്. ഓക്കെ അല്ലേ. ടുവേർഡ്സ് ദ ജോയിന്റ് ആണ് കൺസിഡർ ചെയ്തത്. അതുകൊണ്ട് ആ ഫോഴ്സ് എന്തായിരിക്കും? ടുവേർഡ്സ് ദ ജോയിന്റ്, അല്ലെങ്കിൽ ആ ജോയിന്റിനെ പുഷ് ചെയ്യാണ് അല്ലേ.
അപ്പൊ അതെന്താണ്? കംപ്രസീവ് ആണ്. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഹൊറിസോണ്ടലി ഫോഴ്സുകളെ റിസോൾവ് ചെയ്ത് നോക്കാം. ഹൊറിസോണ്ടലി ഫോഴ്സുകളെ റിസോൾവ് ചെയ്ത് കഴിയുമ്പം നമുക്ക് എന്ത് കിട്ടും? F1 cos 60 is equal to F2 എന്ന് കിട്ടും അല്ലേ? F1 cos 60 is equal to F2. അപ്പം F2 എന്ന് പറയുന്നത് എന്താ? F1ന്റെ വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടിയത്? 17.32 കിലോ ന്യൂട്ടൺ കിട്ടി അല്ലേ? cos 60 എത്രയാണ്? 1/2 ആണ്. അപ്പൊ F2ന്റെ വാല്യൂ എത്ര വരും? 8.66 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും F2ന്റെ വാല്യൂ. അപ്പൊ നമുക്ക് F1 കിട്ടി, F2 കിട്ടി. F2 നോക്കിയേ, എവേ ഫ്രം ദ ജോയിന്റ് അല്ലേ? F2 എവേ ഫ്രം ദ ജോയിന്റ് ആണ്. അതുകൊണ്ട് അതിന്റെ നേച്ചർ എന്തായിരിക്കും? ടെൻസൈൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ F2 എന്ത് ചെയ്യാണ്? പുള്ള് ചെയ്യാണ് അല്ലെ? ജോയിന്റ് ബിനെ പുള്ള് ചെയ്യാണ്. അതുകൊണ്ട് ഈ ഫോഴ്സ് എന്തായിരിക്കും? ടെൻസൈൽ ഇൻ നേച്ചർ ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ, ഇനി നമുക്ക് ഇക്വിലിബ്രിയം ഓഫ് ജോയിന്റ് സി കൺസിഡർ ചെയ്യാം. ഓക്കെ, ജോയിന്റ് സി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആർ സി എന്നൊരു റിയാക്ഷൻ ഉണ്ട്. ഇവിടെ 2 മെമ്പറുകളുണ്ട്. ഓക്കെ, ഇത് ബി സി, ഇത് എ സി. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്മൾ F2, അതായത് നമ്മൾ ഓൾറെഡി കൺസിഡർ ചെയ്ത് F2 തന്നെ, പിന്നെ F3 ഞാൻ ടുവേർഡ്സ് സി ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, 2 ഫോഴ്സുകൾ കൺസിഡർ ചെയ്തു. ഓക്കെ അല്ലേ? F3 എന്ന് പറയുമ്പോൾ എന്താണ്? ഫോഴ്സ് ഇൻ മെമ്പർ എ സി ആണ്. F2 എന്ന് പറയുമ്പോൾ ഫോഴ്സ് ഇൻ മെമ്പർ ബി സി. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മൾ F2 എന്നുള്ളത് നമ്മൾ ഓൾറെഡി അതിന്റെ എന്താ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. F2 എന്തായിരുന്നു? 8.66 കിലോ ന്യൂട്ടൺ ആയിരുന്നു. അത് ടെൻസൈൽ ആയിരുന്നു. ഓക്കെ അല്ലേ? അപ്പം അതെന്ത് ചെയ്യും? ജോയിന്റ് സി യെ പുള്ള് ചെയ്യും. ഓക്കെ, അപ്പൊ ജോയിന്റ് സി യെ പുള്ള് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആക്ടിങ് എവേ ഫ്രം ദ ജോയിന്റ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഫോഴ്സിനെ ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും റിസോൾവ് ചെയ്യാം. ഇവിടെ ഇപ്പൊ F2 നോൺ ആണ്, ആർ സി നോൺ ആണ്, 5 കിലോ ന്യൂട്ടൺ അറിയാം. നമുക്ക് ഇവിടെ ആരെ മാത്രം കണ്ടുപിടിച്ചാൽ മതി? F3 യെ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ F3 നെ നമുക്ക് ഇവിടെ അറിയാം, ഇവിടുത്തെ ആംഗിൾ 30 ഡിഗ്രി ആണെന്നറിയാം. F3 നെ ഞാൻ ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും റിസോൾവ് ചെയ്തിട്ടുണ്ട്. ഇത് 30 ഡിഗ്രി ആണ്. അപ്പൊ ഇത് എത്ര വരും? F3 cos 60 വരും. ഇത് F3 sin 60 എന്നാണ് വരിക. ഓക്കെ അല്ലേ? അപ്പം ഇവിടെ നമുക്ക് എന്താ റിസോൾവ് ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റുന്നത്? F3 sin 30 അല്ലേ? ആംഗിൾസ് 30 ആണ്. F3 sin 30, F3 cos 30. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? F3 sin 30, അതായത് വെർട്ടിക്കൽ ഫോഴ്സ് ഇക്വേറ്റ് ആണ്. F3 sin 30 is equal to RC എന്ന് കിട്ടും അല്ലേ? അപ്പം എന്താണ്? F3 sin 30 is equal to RC. RC എന്ന് പറയുന്നത് 5 കിലോ ന്യൂട്ടൺ അല്ലേ? അപ്പൊ F3 എന്ത് കിട്ടും? RC ഡിവൈഡഡ് ബൈ sin 30, അതായത് 5 ഡിവൈഡഡ് ബൈ sin 30 എത്ര വരും? 10 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. അതും പോസിറ്റീവ് അല്ലേ? അപ്പം ഇത് ആക്ടിങ് ടുവേർഡ്സ് ദ ജോയിന്റ് അല്ലെ? ആക്ടിങ് ടുവേർഡ്സ് ദ ജോയിന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് കംപ്രസീവ് ഇൻ നേച്ചർ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പം ഫോഴ്സ് F3 എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്? പുഷ് ചെയ്യാണ് ജോയിന്റ് സി യെ. അപ്പൊ അത് എന്താണ്? കംപ്രസീവ് ഇൻ നേച്ചർ ആണ്. ക്ലിയർ അല്ലേ?